പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാകിനിയായിരുന്നു അവൾ. സായാഹ്നത്തിലെ നിഴൽ പോലെ അവളുടെ ദിനങ്ങൾ മാഞ്ഞുപോയി. അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിഞ്ഞു, മാംസം വെന്തു, ഹൃദയം പുല്ലുപോലെ വാടി, കളിയും ചിരിയും എന്നേക്കുമായി അസ്തമിച്ചു. വെറോണിക്കയാവാൻ അവൾ കൊതിച്ചു. പീറ്ററിൻ്റെ മുഖം തുടയ്ക്കാൻ അവൾ തൂവാലകൾ തുന്നി. ഒത്തിരി ഉമ്മ വെച്ച ആ മുഖം ചുവന്ന ചിത്രത്തുന്നലിൽ തെളിയവേ മനം കലങ്ങി, കർത്താവിനോട് പിണങ്ങി, മറുതലിച്ചു, അവനെ വിസ്തരിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനു നീ എന്നെ ഉപേക്ഷിച്ചു? അവർ അവനെ പിന്തുടരുകയാണ്. കാട്ടുവഴികളിൽ അവനെ ഓടിക്കുന്നവർ ആകാശത്തിലെ കഴുകന്മാരെക്കാൾ വേഗമുള്ളവരാണ്. അവർ അവനെ നഗ്നനാക്കി പ്രഹരിക്കും, കയ്പ് നീര് കുടിപ്പിക്കും, മുഖത്ത് തുപ്പും. അവൻ കലാപകാരിയെന്ന് ആർത്ത് വിളിക്കും. വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്ത് കവർച്ചക്കാരുടെ കൂടെ അവനെ തടവിലാക്കും. മറ്റുള്ളവരെ രക്ഷിക്കാൻ നടക്കുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പരിഹസിക്കും.